അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിയും അരിപ്പൊടിയും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് 1/4 കപ്പ് ബസ്മതി റൈസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസിന് പകരം പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അരി നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അരി നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കഴുകി വെച്ച അരിയിലേക്ക് വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് നിലക്കടല എടുത്താലും മതി. ഇനി ഇത് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയിലുള്ള വെള്ളമയൊക്കെ മാറി തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 250 ml കപ്പിന് 1/4 കപ്പ് പൊടിച്ച ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് ഇടികളിൽ വെച്ചിട്ട് പൊടിച്ച് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ശർക്കരയും തേങ്ങയും ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കാതെ പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇനി ഇതിൻ്റെ ചൂട് മാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി നിരത്തി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മാവിലേക്ക് തിളപ്പിച്ചെടുത്ത 1 കപ്പ് വെള്ളം തിളച്ച ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി വെള്ളം കുറച്ച് ഒഴിച്ച് മാവ് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടിക്കും അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. എനിക്കിപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചില വെച്ചോ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കാം. നെയ്യ് ഇല്ല എങ്കിൽ മാത്രം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം മാവ് നല്ല ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. അരി കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. അരിയെല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം മാറ്റിയിട്ട് ഈ അരിയുടെ വെള്ളം മുഴുവനും മാറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഈ അരിപ്പയിൽ ഇരുന്ന് തന്നെ അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരേ വലുപ്പത്തിലുള്ള ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ മൂടി വെച്ച മാവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി കൈവച്ച് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. ഇനി കുഴച്ചെടുത്ത മാവിൽ നിന്നും വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവ് ഉരുട്ടിയെടുക്കാം. ഇനി ഉരുട്ടിയെടുത്ത മാവ് ഇതുപോലെ കൈവച്ച് പരത്തി ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ്ങും കൂടി വെച്ച് മാവ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് എണ്ണ തടവിയ വാഴയിൽ ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൈവച്ച് ഒന്ന് പരത്തി ഫില്ലിംഗ് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഉരുട്ടിയെടുത്താലും മതി. ഇനി അരിവാളിൽ വെച്ചിരിക്കുന്ന അരി ഇതുപോലെ നിരത്തി വെച്ച് ഉരുട്ടിയെടുത്ത മാവ് അരിയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അരിയിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ പോലും ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഭക്ഷണം അറിയാതെ കഴിച്ചു പോകും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് അരിയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ആവിയേറ്റി എടുക്കുന്നതിനായിട്ട് ഒരു കടായിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റീമറിൻ്റെ ഇതുപോലത്തെ ഒരു തട്ടും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയിലയും കൂടി വെച്ച് കൊടുക്കാം. വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ച് കൊടുക്കാം. വാഴയില വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ആ വാഴയിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങി കിട്ടും. വാഴയില ഇല്ല എങ്കിൽ സ്റ്റീമറിൻ്റെ തട്ടിൽ എണ്ണ തടവിന് ശേഷം വേണം വെക്കാനായിട്ട്. ഇപ്പം ഞാൻ വാഴയില സ്റ്റീമറിൻ്റെ തട്ടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഉരുട്ടിയെടുത്ത ഉരുളകൾ ഓരോന്നായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നത്.
ഇതുപോലത്തെ ഒരു കടായി ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പ് എടുത്താലും മതി. ഇനി ഉരുട്ടിയെടുത്ത എല്ലാ ഉരുളകളും വാഴയിലയുടെ പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിച്ച് വെക്കാതെ കുറച്ച് അകത്തി വേണം ഓരോ ഉരുളകളും വെക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ആവിയേറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല പൂ പോലെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ്. ചൂടോടുകൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം സ്റ്റീമറിൽ നിന്ന് ഓരോന്നായിട്ട് പുറത്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അകത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചായ പലഹാരമായിട്ടും എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് അറിയാതെ തന്നെ കഴിച്ചു പോകും. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്